ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിൽ കണ്ട ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം അകറ്റുന്ന സർവോപകാരി ദുർഗാ മന്ത്രത്തെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇങ്ങനെ പറയുമ്പോഴാവും ചിലപ്പോൾ അറിയാത്തത്. അതായത് ദുർഗാ സപ്തശ്ലോകി അല്ലെങ്കിൽ ദുർഗാ സപ്തശതിയിലെ ചതുർത്ഥാധ്യായത്തിലെ 17ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അതാണ് സർവോപകാരി ദുർഗാ ശ്ലോകം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സർവോപകാരി ദുർഗാ മന്ത്രം എന്നറിയപ്പെടുന്നത്. ദുർഗാ സപ്തശ്ലോകി എന്ന് പറഞ്ഞാൽ ദേവി മഹാത്മ്യം മുഴുവനായി പാരായണം ചെയ്യാൻ പറ്റാത്തവർക്ക്, ഏതെങ്കിലും കാരണം കൊണ്ട് മുഴുവനായിട്ട് പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സപ്തശ്ലോകി അല്ലെങ്കിൽ ദുർഗാ സപ്തശതി മാത്രം പാരായണം ചെയ്താൽ മതി എന്നാണ് വിശ്വാസം. ഇനി മന്ത്രം പറഞ്ഞു തരാം. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷ ജന്തോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്തുധന്യ സർവോപകാരകരനായ സദാർദ്ര ചിത്ത. ഒന്നുകൂടി പറഞ്ഞു തരാം. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷ ജന്തോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്തുധന്യ സർവോപകാരകരനായ സദാർദ്ര ചിത്ത. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്നും 108 തവണയോ, ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ 108 എന്ന് പറയുന്നത്. കാരണം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ 108ൽ കുറയ്ക്കാതിരിക്കൂ. അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ദേവീ കടാക്ഷം കൊണ്ട് ഇല്ല, അതായത് നമുക്ക് തീർക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെയുള്ളവർ മാത്രം കുറച്ച് ജപിച്ചോളൂ. അല്ലാത്തവർ, അതായത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വേദനകളും ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എത്രത്തോളം കൂട്ടി ജപിക്കാമോ അത്രയും കൂട്ടി ജപിച്ചോളൂ കേട്ടോ. ഈ മന്ത്രം ജപിച്ചാൽ നമുക്ക് കിട്ടുന്ന മറ്റു ഫലങ്ങൾ എന്ന് പറയുന്നത് ദാരിദ്ര്യം, ഭയം, ദുഃഖം എന്നിവയെല്ലാം ഇല്ലാതാക്കി സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് പറയുന്നത്. ശിവോഹൻ ചിന്നു ചാനൽ ആദ്യമായി തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ആക്കി ദുർഗാ സപ്തശ്ലോകിയിലെ 7 ശ്ലോകങ്ങളുടെയും ഫലങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ വീഡിയോന്റെ കൂടെ അത് റിലേറ്റഡ് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാ പ്രേക്ഷകർക്കും ജഗദംബികയുടെ കൃപാകടാക്ഷം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു. താങ്ക് യു.